SR കലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ്. ഒരു കോക്കനട്ട് പുഡിംഗാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിന് പറയാൻ പോകുന്ന സാധനങ്ങളാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നോക്കൂ, 1 ലിറ്റർ പാല്, ഇതേപോലെ ഫ്രഷ് പാൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ കോണ്ടൻസ് മിൽക്കാണ്. അത് 370 ഗ്രാമിൻ്റെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽക്ക് പൗഡറാണ്. നോക്കൂ, ഇത് നമുക്ക് കലക്കിയെടുക്കണം. ഒരു 200 ഗ്രാം പാലിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പാലിൽ കൂടെ തന്നെ ഇട്ട് കലക്കിയെടുക്കാം. 200 ഗ്രാം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈപ്പിംഗ് ക്രീമാണ്. വൈപ്പിംഗ് ക്രീം ഒരു 200 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോക്കൂ, ഒരു ബൗൾ 200 ഗ്രാമാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാം പഞ്ചസാരയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 125 ഗ്രാം കോൺഫ്ലവറാണ്. നിഷ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായെന്ന് പറഞ്ഞാൽ 125 ഗ്രാം കോക്കനട്ട് പൗഡറാണ്. ദാ നോക്കൂ, കോക്കനട്ട് പൗഡറാണ്. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമുള്ളത്. ഇത് പിന്നെ ഇത് ഒഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദാ ഇതേമാതിരി ഒരു മോൾഡാണ്. ഈ മോൾഡിനകത്താണ് ഇത് കാച്ചി എല്ലാം കൂടി ഒഴിക്കേണ്ടിയുള്ളത്. ഇത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് 3-4 മണിക്കൂർ വെക്കണം. അത് കൂളായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സിറപ്പും കൂടി കാച്ചി ഒഴിക്കണം. ആ സിറപ്പ് കാച്ചണ സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് ഇത് തുടങ്ങാൻ വരും. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഈ പാലിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് കാച്ചാം. പഞ്ചസാര, കോൺ പൗഡർ, ഹവായ് ക്രീം, വൈപ്പിംഗ് ക്രീമാണ്. ഫ്രഷാണിത് വൈപ്പിംഗ് ക്രീം. പിന്നെ കോക്കനട്ട് പൗഡർ, കോണ്ടൻസ് മിൽക്ക്, ഇതെല്ലാം കൂടി ഇതിലോട്ടിട്ട് കാണുന്നുണ്ടല്ലോ. എല്ലാം കൂടി ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് മധുരം പിന്നെ നിങ്ങൾ നോക്കണം എത്രയാണ് നിങ്ങൾ എടുക്കുന്ന അളവ്. ഈ പറയുന്ന അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. ഈ അളവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം എന്തെങ്കിലും ഒരു കുറവ് വന്നാലും നിങ്ങൾ മധുരം അത് നിങ്ങൾക്കുള്ള മധുരം കൂടുതലും കുറവൊക്കെ നിങ്ങളെ ചോയ്സാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ടിട്ട് നമുക്കിനി അടുപ്പത്തോട്ട് വെച്ച് ഇതൊന്ന് കാച്ചിയെടുക്കാം. ഇതൊന്ന് അടുപ്പിലോട്ട് വെച്ച് കാച്ചി കുറുക്കിയെടുക്കാം. ഞാൻ ഫയർ ഓണാക്കി അതിലോട്ട് വെച്ച് ഞാൻ കാച്ചാൻ ഒരുങ്ങിയാണ്. ഇത് നല്ലതുപോലെ ഒന്നൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് അടുപ്പിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുറുവി വരട്ടെ. കാച്ചാൻ വെച്ച പുഡിങ്ങിൻ്റെ ഇത് മാവ് കണ്ടല്ലോ നിങ്ങൾ. ഇതിവിടെ ക്ലിയറായി നല്ലതായിട്ട് കുറുവി വന്നിട്ടുണ്ട്. അതാ നോക്കൂ, ഇത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫാക്കാം. ഫയർ ഓഫാക്കിയിട്ട് ഇതാ ഇതേമാതിരി ഒരു മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ മോൾഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ സാധാ ഒരു പാത്രത്തിൽ നിങ്ങൾ ഒഴിച്ച് വെച്ചാൽ മതി. നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. നിങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കരുത്, നിങ്ങൾ ഉണ്ടാക്കണം. ഇത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് കൂളാവാൻ വയ്ക്കാം. കാണുന്നുണ്ടല്ലോ, ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നു. മോൾഡിന് നോക്കൂ, ഞാൻ ഈ മോൾഡിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് കൂൾ ചെയ്യാം. 2, 3, 4 എത്ര കൂളാവുന്ന അത്രയും ടേസ്റ്റാണ് ഈ സ്വീറ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഇതാ നോക്കൂ, പുഡിങ്
ആ പുഡിങ് ഞാൻ ഇതിലോട്ട് ഇതുമാതിരി വേണമെങ്കിൽ കേക്കിൻ്റെ ട്രേ ഞാൻ സെർവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ ട്രേ എടുത്ത് അത് മാറ്റി വെച്ച് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കോക്കനട്ട് പൗഡറാണ്. ഇതൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, കാണുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ കാച്ചിയ സുക്കർ സിറപ്പാണ്. കണ്ട ഇതേമാതിരി തണുക്കുമ്പോൾ ഇതേമാതിരി ഇരിക്കും, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. നോക്കൂ, ഇതേമാതിരിയാണ് ഇരിക്കുന്നത്. കണ്ട ഇതേമാതിരി നിങ്ങൾ കാച്ചിയെടുക്കണം. ഇനി നമുക്ക് ഈ പുഡിങ് കാണാലോ, ഈ 4 സൈഡും ഒന്ന് ജസ്റ്റ് ഇത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഈ സിലിക്കോൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഇളവി കിട്ടും. ഇത് നമുക്ക് ഈ ട്രേ തിരിച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ബിസ്മില്ല. ഞാൻ ഇതിലോട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. നോക്കൂ, സിലിക്കോൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഇളവി വരും. നമുക്കിന്ന് ഒന്ന് വാവ് മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയും സഹോദരങ്ങളെ, ഇത് എന്താണെന്നുള്ളത് നോക്കിക്കാണി. ഈ ഫുഡിങ്, കോക്കനട്ട് ഫുഡിങ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണി. ഇത് കാണേണ്ടിയുള്ളൊരു കാഴ്ച തന്നെയാണ്. അത്ര രസമായ ഒരു ഫുഡിങ്ങാണിത്. കഴിക്കാനാണെങ്കിൽ സൂപ്പർ. നിങ്ങൾ എണീറ്റ് പോവാറില്ല ഇത് കഴിക്കാനായിട്ട് ഇരുന്നാൽ. ഇനി ആ സുക്കർ സിറപ്പ് നിങ്ങളൊന്ന് നോക്കിക്കോളി. ഞാൻ ഇതിലോട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാണുന്നല്ലോ. ഇതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്യുന്നു. കണ്ട, ബിസ്മില്ല. കുറച്ചേ വേണ്ടി, ബാക്കിയുള്ള നിങ്ങളൊരു ബോട്ടലിൽ വീത്തി നിങ്ങളവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് അത് ആവശ്യം വരുന്ന സമയത്ത് ഇതേമാതിരി ഫുഡിങ് ഉണ്ടാക്കുമ്പം നിങ്ങൾക്കെടുത്ത് യൂസ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, കണ്ടല്ലോ നിങ്ങൾ. ഇപ്പം എങ്ങനെ ഉണ്ട് നിങ്ങൾ നോക്കിയാണ് ഈ ഫുഡിങ്. കണ്ട, ഇപ്പം ഇത് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇത് എന്തുവാ നിങ്ങളൊന്ന് നോക്കിക്കാണി. മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ. ഈ നോക്കിയും സഹോദരങ്ങളെ, ഈ ഫുഡിങ് ആരാണ് ഇത് ഉണ്ടാക്കാത്ത? എന്ത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, എന്ത് രസമാണ് ഇത് ഉണ്ടാക്കി നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ. എന്ത് സൂപ്പറാണെന്നറിയോ ഈ ഫുഡിങ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആരും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഫുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതെങ്ങനെ ഉണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കാണി. നമുക്കിതൊന്ന് മുറിച്ച് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഈ ഫുഡിങ് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സുകൾക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.